കഴിഞ്ഞ ആഴ്ചയല്ലടാ നീ പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് ഒരു പെൺകുട്ടീനെ മുണ്ടി കയറി പിടിച്ചത്. നാളുകളായി ഞങ്ങളുടെ കസ്റ്റമർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മൂവീസ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നും ബിഹൈൻഡ് സീനുകൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നും. നിങ്ങളുടെ ആവശ്യപ്രകാരം ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ള റോ ഫയലാണ്. ഷൂട്ടിംഗ് ടൈമിൽ ആക്ഷനും കട്ടിങ്ങും ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. ഇത് എഡിറ്റ് ചെയ്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എഫക്റ്റുകൾ ഇല്ല. ഷൂട്ടിങ്ങിനിടയിലെ മറ്റ് ശബ്ദ കോലാഹലങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. പയ്യനെ ചെവിക്കൊരു മൊമെന്റ് കൊടുത്തത് മോഹൻലാലിനെ പോലെ ശരിയാക്കാണ്. പയ്യനൊന്ന് പൊങ്ങി നോക്കിക്കാൻ ഇങ്ങോട്ട് കുറച്ചും കൂടി. ആ ലാത്തിക്ക് ഒരു കുത്തു കൊണ്ടില്ല, അപ്പം അവർ ഞെട്ടിയില്ല ആ സംഭവത്തെ. ആ നോക്കാം, പൊങ്ങി നോക്കാം. ആക്ഷൻ. ആ കറങ്ങിപ്പോരും. ഇരുന്നു. ശരിക്കും പേടിപ്പിച്ചു. നീ പറഞ്ഞിരുന്ന കുറച്ച് കൂടെ കളിപ്പിട്ടോ. എന്താ മോനെ നിന്റെ പേര്? എന്താടാ ഒച്ചത്ത് പറയടാ. എന്താടാ ഒച്ചത്ത് പറയടാ. നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ടടാ? നിനക്ക് അച്ഛനില്ലേ? നിനക്ക് അച്ഛനൊന്നും ഇല്ലേ? അങ്ങനെ പറയടാ. നിനക്ക് അച്ഛനില്ലടാ. എത്ര വർഷമായി? എത്ര വർഷമായി? നിന്റെ അമ്മക്ക് ജോലി വല്ലതും ഉണ്ടോ? നിന്റെ അമ്മക്ക് വല്ല ജോലി? നിന്റെ അമ്മക്ക് വല്ല ജോലി വല്ലതുണ്ടോ? ഞാൻ ഈ കംപ്ലൈന്റ് ഒന്ന് വായിക്കാം. ഇതിൽ വല്ലതും ശരിയുണ്ടോന്ന് നീ തന്നെ പറ. അമ്മ അനിയൻ. അമ്മ അനിയൻ. അമ്മ അനിയൻ. അച്ഛൻ ഞങ്ങളുടെ 10 വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും. 10 വർഷത്തിന് മേലായിട്ടുണ്ടോ? തൊഴിലുറപ്പിനെ പോകുന്നു. തൊഴിലുറപ്പിനെ പോകും. തെളിച്ച് പറയടാ. തൊഴിലുറപ്പിനെ പോകും. എന്താടാ പറഞ്ഞ നീ ഇരുന്ന് വിൽക്കണത്? എന്താണ് പറഞ്ഞത്?
പേടി തോന്നുന്നുണ്ടോ അവനൊക്കെ? എനിക്ക് പേടി തോന്നുന്നതാ. ആ ഇല്ല മേഡം, ഇല്ല മേഡം, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നീ എങ്ങനെ ഇവിടെ വന്നടാ? നീ പിന്നെ എങ്ങനെ ഇവിടെ വന്നു? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഒരു തെറ്റ് ചെയ്തില്ല. വിരലുകൾക്കൊരു മൂമെന്റ് കൊടുത്തേ. ആ ഇരിക്കാൻ വേണ്ടിയിട്ടൊന്ന് കൈ കിട്ടുന്ന പോലെയൊക്കെ കുറച്ച് സംഭവമൊക്കെ കിട്ടെ. കളിപ്പിട്ടോ. കിട്ടോ കളിപ്പിട്ടോ. പേടിപ്പിച്ച അവിടത്തെ എല്ലിന് നമ്മൾ പല്ല് കടിക്കുമ്പോൾ ഇത് വരില്ലേ, അതൊക്കെ പല്ല് കടിക്കുമ്പോഴേക്കും അവിടത്തെ രൂപം വരില്ലേ. കണ്ണു നോക്കി കണ്ണു നോക്കി. നീ കുനിഞ്ഞിരിക്കടാ. നിങ്ങളെന്തിനാ കണ്ണും കണ്ണും? ആ അങ്ങനെ കിട്ടുന്നു. ഞൊട്ടയെ പൊടിച്ച ഞൊട്ട കരിപ്പിൽ ഞൊട്ട ഇപ്പോൾ അവൻ്റെ അടുത്താണ് മോള വന്ന് ഞൊട്ടയെ പൊടിച്ചു. ഒന്നുകൂടി നിവർന്നിരുന്നേ, നിവർന്നിരുന്നേ, നിവർന്നിരിക്കും. ഇഞ്ചൊക്കെ വിരിച്ചു. ആ മോഹൻലാൽ രാവണ പ്രഭുവിൻ്റെ അകത്ത് കാണിക്കുന്നത് കയ്യൊക്കെ ഒന്ന് മേലേക്ക് പൊക്കിയിട്ടൊന്ന് തൊട്ടയൊക്കെ പൊടിച്ചു രണ്ട് കൈയും. ഡോക്ടർ റോയി മറ്റേ പെടലിയിട്ടിട്ട് ഭീമന്റെ കാണിക്കാത്ത സമയം ശരിക്കും. ആ കൊള്ളാം. അതിലോറിന് കൊടുത്ത സമയം മറ്റേ ഇതാണ് മാഡം താഴ്ത്തുന്ന ആ സാധനം എടുക്കണം കേട്ടോ. സാധനം വെച്ചിട്ടുണ്ടോ? സാധനം വെച്ചിട്ട് അത് കൊടുത്തതുണ്ടല്ലോ, ആ പേപ്പർ എടുത്തിട്ട് ഞാൻ പ്രോമിറ്റ് ചെയ്ത് തരും. അത് ഓരോന്ന് കേട്ട് വായിച്ചാൽ മതി. നോക്കിയിട്ട് ആ സാധനങ്ങൾ എടുക്കുന്നു. നവംബർ 30 ഞായറാഴ്ച. 2024 നവംബർ 30 ഞായറാഴ്ച. കേരളംതുരുത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ +1 പഠിക്കുന്ന രേവതി എന്ന പേരുള്ള പെൺകുട്ടിയെ 2024 നവംബർ 30 ഞായറാഴ്ച കേരളതുരുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പഠിക്കുന്ന രേവതി എന്ന പെൺകുട്ടിയുടെ അവളുടെ സുഹൃത്തായ മനുവിനെ ബർത്ത്ഡേക്ക് ക്ഷണിക്കുകയും ആഘോഷത്തിൽ ഇതെന്താ എഴുതി വെച്ചിനി ഒന്ന് മനസ്സിലാകുന്നില്ല. നിന്നെ പോലീസിലെടുത്തിനി. മറ്റു ലഹരികൾ ഉൾപ്പെടുത്തുന്ന വസ്തുക്കൾ കലക്കി കൊടുത്തു ശാരീരികമായി പീഡിപ്പിക്കുകയും ചെയ്തു. ഇതാണ് നിനക്കെതിരെയുള്ള കേസ്. മദ്യലഹരി. മദ്യലഹരി. മദ്യലഹരി 2024 നവംബർ കുഴപ്പമില്ല, വീട്ടിലേക്ക് പോട്ടെ. 2024 നവംബർ 2024 നവംബർ 30 ഞായറാഴ്ച കേരളംതുരുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പഠിക്കുന്ന രേവതി എന്ന പേരുള്ള പെൺകുട്ടിയെ അവളുടെ സുഹൃത്തായ മനുവിന്റെ ബർത്ത്ഡേ ക്ഷണിക്കുകയും ആഘോഷത്തിനിടയിൽ മദ്യവും മയക്കുമരുന്നുകളും ധാരാളം പരാതി ഒരു മൈലും മനസ്സിലാവുന്നില്ല.
മനുവിൻ്റെ ബർത്ത്ഡേ ക്ഷണിക്കുകയും ആഘോഷത്തിനിടയിൽ മദ്യം കൊടുക്കുകയും മറ്റ് ലഹരികൾ ഉൾപ്പെടുന്ന വസ്തുക്കൾ കലക്കി കൊടുത്ത് ശാരീരികമായി പീഡിപ്പിക്കുകയും ചെയ്തു. ശാരീരികമായി മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു. ഇതാണ് നിനക്കെതിരെയുള്ള കേസ്. പ്രധാന പോയിന്റ്. നിനക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ആക്ഷൻ. പ്രധാന പോയിന്റ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പ്രധാന പോയിന്റ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. ഈ രേവതി നിന്റെ അനിയൻ മനുവിന്റെ ഗേൾഫ്രണ്ട് ആണല്ലേ? ഈ രേവതിന്റെ അനിയന്റെ ഗേൾഫ്രണ്ട് ആണല്ലേ? ആക്ഷൻ. ആക്ഷൻ. ഈ രേവതിന്റെ അനിയന്റെ ഗേൾഫ്രണ്ട് ആണല്ലേ? റീടേക്ക്. എന്റെ അനിയൻ മനു. സോറി. ആക്ഷൻ. ഈ രേവതിന്റെ അനിയൻ മനുവിന്റെ ഗേൾഫ്രണ്ട് ആണല്ലേ? പറഞ്ഞിട്ട് വേണമെങ്കിൽ തല മുറിച്ചു ഇങ്ങനെ. അപ്പൊ മനു ആണ് അവളെ വീട്ടിൽ വിളിച്ചത്. അപ്പൊ മനു ആണ് അവളെ വീട്ടിൽ വിളിച്ച് കൊണ്ടുവന്നത്. താഴത്തേക്ക് ഇത് കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ മനു ആണ് അവളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത്. ഇനി മുഖം ഇങ്ങോട്ട് അവന് ചെറിയൊരു ഇത് കൊടുത്തിട്ട് പുച്ഛത്തോടു കൂടി സ്വന്തം അനിയന്റെ ലവറെ പീഡിപ്പിക്കണമെങ്കിൽ നിന്റെ കഴപ്പ് നിസാരമല്ലല്ലോടാ. സ്വന്തം അനിയന്റെ ലവറെ പീഡിപ്പിക്കണമെങ്കിൽ നിന്റെ കഴപ്പ് നിസാരമല്ലല്ലോടാ. സ്വന്തം അനിയന്റെ ലവറെ പീഡിപ്പിക്കാൻ വേണ്ടി സ്വന്തം അനിയന്റെ ലവറെ പീഡിപ്പിക്കണമെങ്കിൽ നിന്റെ കഴപ്പ് നിസാരമല്ലല്ലോ. ആക്ഷൻ. സ്വന്തം അനിയന്റെ ലവറെ പീഡിപ്പിക്കണമെങ്കിൽ നിന്റെ കഴപ്പ് നിസാരമല്ലല്ലോടോ. എനിക്ക് അറിയേണ്ടത് നിന്റെ അനിയനും കൂടെ ആക്ഷൻ. എനിക്ക് അറിയേണ്ടത് നിന്റെ അനിയനും കൂടി ചേർന്നിട്ട് ചെയ്തതാണോ എന്നോ. ഞാൻ വെട്ടം പിടിച്ചിരുന്നേടാ. ഫോണിൻ്റെ വെട്ടം പിടിച്ച് നല്ല പൊക്കി നോക്കി. മേഡത്തിനെ നോക്കി. നല്ലപോലെ ഉയർന്ന് നോക്കി. മേഡത്തിൻ്റെ ഈ കൈക്കൊരു മൂവ്മെൻറ്റ് കൊടുത്ത് ഈ റൈറ്റ് ആ വിരലൊക്കെ ഇങ്ങോട്ടൊന്ന് പൊക്കി ഒന്ന് ആ ഞരമ്പൊക്കെ തെളിഞ്ഞ് വരട്ടെ കഴിയാണ്. അതിൻ്റെ പവർ കാണിച്ചു. ഒന്ന് വിങ്ങി വിങ്ങി കറിയണ പോലെ ഇരുന്നാലോ. സങ്കടം, ഫീലിങ്സ്, വീട വേദന. നിൻ്റെ കൈക്ക് ഒരു വിറവൽ കൊടുത്ത് ഒരു മാപ്പപേക്ഷ പോലെ ഒന്ന് കൈ കൂപ്പിക്കുക. നിൻ്റെ നീ അവിടുന്ന് നീ അവിടെ ആദ്യം ഒന്ന് എണീറ്റെന്ന് പറഞ്ഞാലും മതി. ആദ്യം ഒന്ന് എണീറ്റെന്ന് പറയാം. ഞാൻ ആദ്യം ഒന്ന് എണീറ്റ് അട്ടെ ഇപ്പൊ പൊങ്ങുന്നില്ല. വേറെ ഡയലോഗ് ഉണ്ട്, അതും കൂടി പറഞ്ഞിട്ട് പോകാം. പൊങ്ങാകുമ്പോ പറയണ. ആക്ഷൻ. നീ ആദ്യം അവിടെ എണീറ്റ്. നീ ആദ്യം അവിടെ എണീറ്റ്. പരന്നാളി അവിടെ എണീക്കടാ. പോലീസ് സ്റ്റേഷനിൽ ഉറങ്ങുന്ന പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്ന് ഉറങ്ങുന്ന എണീക്കടാ. അങ്ങനെ എണീക്കടാ. എന്താടാ പറഞ്ഞത് മനസ്സിലായില്ലേ? എഴുന്നേക്കടാ.
മനസ്സിലായില്ലേ? എടുക്കടാ. പരന്നാറി പരന്നാറി എനിക്ക് പറഞ്ഞ കേട്ടില്ല? പറഞ്ഞത് കേട്ടില്ല നീ? ജോലിക്കണോ ഓനെ ഒരു കിടപ്പ്. എഴുന്നേക്കടാ. നീ തന്നെ പയ്യനൊന്ന് ലേറ്റായിട്ട് മുട്ടിക്കടാ. നിൽക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ വീഴുന്ന പോലെയൊക്കെ ഒന്ന് അഭിനയിച്ചൊന്ന് ലേറ്റായിട്ടൊക്കെ ഒന്ന് വീഴരുത് മേളത്തിൻ്റെ. ആ പിടിക്കാൻ പറ്റുണ്ടോ? പഴത്തിരിക്കണം. അനക്കി കൊടുക്കും ലൈറ്റ് പയ്യനെ. കയ്യെ മുട്ടണുണ്ടോ? നിന്നെ അതേ ചിരിയിടണം, എന്നാലേ ആ ഡയലോഗിന്റെ പുച്ഛം ഒരു അവഗണന മനസ്സിലാവും. നിന്നൊക്കെ ജംബോ സർക്കസിൽ മൃഗങ്ങളെ ഒഴിവാക്കി നന്നായി. ഇല്ലെങ്കിൽ നിന്നെ എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഹിപ്പോപ്പൊട്ടാമസിന് വിചാരിച്ച് എപ്പോഴാ റാഞ്ചി കൊണ്ടുപോയേ. എന്ത് ചാളത്തടിയാടാണ് എൻ്റെ. എന്തൊരു ചാളത്തടിയാടാ എന്റെ. എന്തൊരു ചാളത്തടിയാടാണ് എൻ്റെ. എന്തൊരു ചാളത്തടിയാടാ നിന്റെ. ഇവിടുന്ന് പോകുമ്പോഴേക്കും ഇടിച്ച് പിഴിഞ്ഞ് നിന്റെ പരിപ്പിളക്കും. അതിനാണ് ഞാൻ കണ്ണൂരത്തെ എവിടത്തേക്ക് വന്നത്. അല്ല തിപ്പ എടുത്തില്ലേ? അങ്ങനെ പയ്യനെ ഒന്ന് ലെൻസിൻ്റെ അങ്ങോട്ടൊന്ന് കൊണ്ടുവന്ന് ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് മുട്ടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പോക്കണേ. ഈ ചില്ല കൊള്ളിക്കരുത്, ഈ താഴത്തെ ഭാഗത്ത് ഇതിവിടെ ഞാൻ കൈവച്ചേക്കണില്ലേ, അവിടെ കൊണ്ടുവന്ന് ആ ലെൻസ്. അത് പറഞ്ഞു, അതല്ലെങ്കിൽ വേറെ ഡയലോഗ് പറഞ്ഞു. ഈ ആട്ടം നിൽക്കണമെന്നും എല്ലാം പറയണം. ആക്ഷൻ. രാത്രി താടി പൊക്കടാ. കട്ടിട്ട് ഏതാ ആക്ഷൻ? ഞാനൊന്ന് ചോദിക്കട്ടെ. ആക്ഷൻ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് എന്തുവാടാ ഇത്? 7 മാസമായ പോലെ ഉണ്ടല്ലോ. അവൾമാര് നിന്നെ പീഡിപ്പിച്ചതാ അല്ല നീ അവളെ പീഡിപ്പിച്ചതാ? പറടാ. നീ CD വല്ലതുമാണ്? നീ വല്ല CID വല്ലതാണോ? CD അല്ല CD. അതൊക്കെ അങ്ങനെ വിചാരിക്കുന്നു. നീ വല്ല CD വല്ലതാണോ? ക്രോസ് ഡ്രസ് ഇടാറുണ്ടോ? നീ ക്രോസ് ഡ്രസ് ഇടാറുണ്ടോ? നിന്നെ ഞാൻ ആലപ്പുഴ സ്റ്റാൻഡിൽ പലവട്ടം രാത്രി കണ്ടിട്ടുണ്ടല്ലോ. നിന്നെ ഞാൻ ആലപ്പുഴ സ്റ്റാൻഡിൽ പലവട്ടം കണ്ടിട്ടുണ്ടല്ലോടാ. പക്ഷെ വേഷം ഇതല്ലായിരുന്നു.
നീ അല്ലടാ ചുവപ്പ് സാരി എടുത്ത് ആ മൂലക്ക് മാറി നിൽക്കുന്നത്. നീ അല്ലടാ ചോപ്പ് സാരി എടുത്ത് ആ ബസ് സ്റ്റാൻഡിലും ബാക്കിലൂടെ നടക്കുന്നത്. ആണാ പറയടാ. ആണടാ പറയടാ. പകല് മുഴുവൻ നിനക്ക് ബീച്ചിൽ കറങ്ങി നടന്ന് പകലും മുഴുവൻ നിനക്ക് ബീച്ചിൽ കറങ്ങി നടന്ന് പി കച്ചവടം. പി കച്ചവടം അല്ലടാ. മുട്ടേന്ന് വിരിഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും കണ്ണും കഞ്ചും. ഒന്നുകൂടെ റീറ്റേക്ക്. ആക്ഷൻ. മുട്ടേന്ന് വിരിഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും കള്ളും കഞ്ചാവും മേടിച്ച് പെമ്പിള്ളേരെ നിനക്ക് പീഡിപ്പിച്ച് നടക്കണം അല്ലടാ. മേളിലേക്ക് നോക്കി ഞാൻ പറഞ്ഞ ഡയലോഗ് പറഞ്ഞോളെ. നീ വല്ലതും കഴിച്ച? നീ വല്ലതും കഴിച്ചടാ? എന്നാ നാ. അയ്യടാ മനമേ. അയ്യടാ മനമ്മേ. ആപ്പിള് തിന്നാൻ നടക്കാം. ആപ്പിള് തിന്നാൻ നടക്കുന്നു. എന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കാം. നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കാം. എടാ നീയല്ലടാ ഹൈസ്കൂൾ വളവിൽ 2 പെമ്പിള്ളേരുടെ ചന്തിക്ക് കയറി പിടിച്ചത്. ആ കുണ്ടി എന്ന് പറഞ്ഞതല്ല. നീയല്ലടാ കഴിഞ്ഞ ആഴ്ച ബസ്സിൽ നിന്ന് ഒരു പെൺകുട്ടീനെ കുണ്ടിക്ക് കയറി പിടിച്ചെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച അല്ലടാ നീ പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് ഒരു പെൺകുട്ടീനെ കുണ്ടി കയറി പിടിച്ചത്. കഴിഞ്ഞ ആഴ്ച അല്ലടാ നീ ഒരു പ്രൈവറ്റ് ബസ് കയറി ഒരു പെൺകുട്ടീനെ ചന്തി കയറി പിടിച്ചത്. ചന്തി എന്നല്ല മാഡം, കുണ്ടി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ. കുണ്ടി കുണ്ടിക്ക് കയറി പിടിച്ചല്ലടാ നീ. നിന്റെ ജാക്കി വെപ്പ് ഞാൻ നിർത്തി തരാം. നിന്റെ ജാക്കി വെപ്പ് ഞാൻ നിർത്തി തരാം. കണ്ണൂരുള്ള കണ്ണൂരുള്ള കഴപ്പന്മാര് ആക്ഷൻ. കണ്ണൂരുള്ള നിന്നെ പോലത്തുള്ള കുറെ കഴപ്പന്മാരുടെ ജാക്കിക്കിട്ട് ചതച്ച് ജാക്കി കുറ്റി തൊട്ട് പറഞ്ഞാൽ മതി. ജാക്കി ജാക്കിക്കുറ്റി ഇട്ട് ജാക്കിക്കുറ്റി ചവിട്ടി ചതച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ട്രാൻസ്ഫർ ജാക്കി തൊട്ട് പറഞ്ഞാൽ മതി. ജാക്കിക്കുറ്റി ചവിട്ടി ചതച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ജാക്കിക്കുറ്റി ഇട്ട് ജാക്കിക്കുറ്റി ചവിട്ടി ചതച്ചിട്ട് ജാക്കിക്കുറ്റി കഴിഞ്ഞ് ചവിട്ടി. ജാക്കിക്കുറ്റി ചവിട്ടി ചതച്ചിട്ടാണ് ഞാൻ വന്നത്. ജാക്കിക്കുറ്റി ചവിട്ടി ചതച്ചിട്ടാണ് ഞാൻ വന്നത്. ആ 316 ആ തമിഴൻ വല്ലതും ഒഴിഞ്ഞ. 316
തമിഴ് വല്ലത് മുഴുങ്ങിയോ? താൻ അവന്റെ കുമ്പസാരമൊന്നും കേൾക്കാൻ നിൽക്കണ്ട. താൻ അവന്റെ കുമ്പസാരൊന്നും കേൾക്കാൻ നിൽക്കണ്ട. അവനെ കണ്ടാൽ അറിഞ്ഞൂടെ പഠിച്ച കള്ളനാണെന്ന്. അവനെ കണ്ടാൽ അറിഞ്ഞൂടെ പഠിച്ച കള്ളനാണെന്ന്. ഞാൻ മധുരയിലൊരു ഡിവൈഎസ്പിക്ക് ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഞാൻ മധുരയിലെ ഡിവൈഎസ്പിക്ക് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ റിപ്പോർട്ടിൽ അവൻ അവിടെ എന്തൊക്കെ തരികിട കാണിച്ചാ പോന്നിരിക്കണത്. പുള്ളിയുടെ റിപ്പോർട്ടിൽ അവൻ അവിടെ എന്തോ തരികിട കളിച്ചത്. പുള്ളിയുടെ റിപ്പോർട്ടിൽ അവൻ എന്തോ തരികിട കാണിച്ചാണ് അവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നത്. പുള്ളിയുടെ റിപ്പോർട്ടിൽ അവൻ എന്തോ അവിടെ തരികിട കാണിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈവനിങ് ഫുൾ റിപ്പോർട്ട് കയ്യിൽ കിട്ടും. എന്തായാലും ഈവനിങ് ഫുള്ളും റിപ്പോർട്ട് ഇന്ന് കിട്ടും. എന്തായാലും ഈവനിങ് ഫുൾ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. എന്തായാലും ഈവനിങ് ഫുള്ളും നമുക്ക് റിപ്പോർട്ട് ഇന്ന് കിട്ടും. താനൊരു പണി ചെയ്യും. താനൊരു പണി ചെയ്യും. ആദ്യം നമ്മുടെ ഈർക്കിലി പ്രയോഗം അവന് കൊടുക്കും. താനൊരു പണി ചെയ്യും. താൻ എന്തായാലും ഒരു പണി ചെയ്യും. താൻ എന്തായാലും ഒരു പണി ചെയ്യും. ആദ്യം അവന് ഈർക്കിലി പ്രയോഗം ഒന്ന് കൊടുക്കും. ആദ്യം അവന് ഈർക്കിലി പ്രയോഗം ഒന്ന് കൊടുക്കും. ഒരുമാതിരിപ്പെട്ടവനൊക്കെ അതിന് സത്യം പറഞ്ഞോളൂ. ഒരുമാതിരിപ്പെട്ടവനൊക്കെ സത്യം പറഞ്ഞിടും. ഈർക്കിലി പ്രയോഗം എന്താണെന്നോ? ഈർക്കിലി പ്രയോഗം എന്താണെന്നോ? താൻ എന്തിനാണോ ഈ ഉടുമ്പദാക്ഷാനിയുടെ കൂടി 3 വർഷം സ്റ്റേഷനിൽ നിന്നത്? താൻ എന്തിനാണോ ഉടുമ്പദാക്ഷാനിയൊപ്പം 3 വർഷം സ്റ്റേഷനിൽ നിന്നത്? ഞാൻ മാഡത്തിനോടൊന്ന് പറയട്ടെ. തന്റെ ഞാൻ മാഡത്തിനോടൊന്ന് ചോദിക്കട്ടെ, തന്നെ ഇതൊക്കെ പഠിപ്പിച്ചിട്ടില്ലേന്ന്. ഞാൻ മേഡത്തിനോടൊന്ന് ചോദിക്കട്ടെ, തന്നെ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചിട്ടില്ലെന്ന്. എടോ, നമ്മുടെ സ്റ്റേഷന്റെ ആ സൈഡിൽ നല്ല ചെറിയ തെങ്ങിരിപ്പുണ്ട്. എടോ, നമ്മുടെ ആ സ്റ്റേഷന്റെ സൈഡിൽ ഒരു ചെറിയ തെങ്ങിരിപ്പുണ്ട്. എടോ, നമ്മുടെ ആ സ്റ്റേഷന്റെ മൂലക്ക് ഒരു ചെറിയ തെങ്ങ് നിൽപ്പില്ലേ? എടോ, നമ്മുടെ സ്റ്റേഷന്റെ മൂലക്ക് ഒരു ചെറിയ തെങ്ങിരിപ്പില്ലേ? അതിൽ നിന്ന് 2 പച്ച ഈർക്കിലി അങ്ങോട്ടിട്. അതിൽ നിന്ന് 2 പച്ച ഈർക്കിലി അങ്ങ് എടുക്ക്. അവന്റെ നിക്കറങ്ങോട്ട് ഊരിയിട്ട് കുറച്ച് എണ്ണ ആ ഈർക്കിലി എണ്ണയിൽ മുക്കിയിട്ട് അവന്റെ നിക്കർ ഊരണം. ആ ഈർക്കിലി കുറച്ച് വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് അവന്റെ നിക്കർ ഊരണം. അവന്റെ നിക്കർ ഊര്. എന്നിട്ട് ബാക്കി അറിയാലോ. എന്നിട്ട് ബാക്കി അറിയാലോ. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ നിനക്ക്? ഒരു കാര്യം, ഈർക്കിലിന്റെ അറ്റം കൂർപ്പിക്കാൻ മറക്കരുത്. ഈർക്കിലിന്റെ അറ്റം കൂർപ്പിക്കാൻ മറക്കരുത്. ഉള്ളിലേക്ക് ഇട്ടിട്ട് തിരി തിരിച്ചാലുണ്ടല്ലോ. ഉള്ളിലേക്ക് ഇട്ട് ഒരു തിരി തിരിച്ചാലുണ്ടല്ലോ. ഉള്ളിലേക്ക് ഇട്ട് ഒരു തിരി തിരിച്ചാണ്ടല്ലോ. അവൻ പരലോകം കാണും. ഡോ പിസി, പുതിയ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ എടുത്തിട്ട് കൊണ്ടുപോവാ. ഒരു പേജെടുത്ത് നേരത്തെ പിടിച്ച പോലെ പൊക്കി പിടിച്ച് ഇത്രയും കൂടെ പൊക്കിക്കാം. അങ്ങനെ ആയിരുന്നോട്ടെ. പറയുമ്പോഴേ മറിക്കാവല്ലേ. ആ പേജിന് ചെറിയൊരു അനക്കം കൊടുത്തേ. പറക്കണ പോലെ കണ്ണോടിച്ച് എല്ലായിടത്തേക്കും നല്ലപോലെ വായിക്കണ പോലെ നന്ന് മറിച്ചോ. ഞാനൊരു ഡയലോഗ് പറയാം ഇവിടെ. അത് മാഡം
അപ്പൊ അങ്ങോട്ട് എന്നെ നോക്കി പറഞ്ഞാ മതി കേട്ടോ. ഉം. എടോ ആ റൈറ്റർ സതീശൻ ഇന്ന് ലീവാണോ? ഡോ ആ റൈറ്റർ സതീശൻ ഇന്ന് ലീവാണോ? അങ്ങനല്ല, ഞാനിവിടെ നിൽക്കുകയാണ്. മേഡം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ മതി കേട്ടോ. ഡോ സെയിം ഡയലോഗ് പറഞ്ഞു. ഡോ ആ റൈറ്റർ സതീശൻ ഇന്ന് ലീവാണോ? കലിപ്പായിട്ട് പറഞ്ഞു, കലിപ്പായിട്ട് പറഞ്ഞു. ഡോ ആ റൈറ്റർ സതീശൻ ഇന്ന് ലീവാണോ? അവൻ എന്ത് പിണ്ണാക്ക് FIR ആണ് എഴുതി വെക്കുന്നത്? അവൻ എന്ത് പിണ്ണാക്ക് FIR ആണ് ആക്ഷൻ. അവൻ എന്ത് പിണ്ണാക്ക് FIR ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്? ആക്ഷൻ. അവൻ എന്ത് പിണ്ണാക്ക് FIR ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ പിടിക്കണ കംപ്ലീറ്റ് വാറ്റെടുത്ത് അടിച്ചിട്ടാണ് അവൻ എഴുതണത്. ഇവിടെ പിടിക്കുന്ന കംപ്ലീറ്റ് വാറ്റെടുത്ത് അടിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ പറയണ്ട. ഇവിടെ ആക്ഷൻ. പോലീസ് പിടിക്കുന്ന കള്ളച്ചാരായ മാറ്റൊക്കെ അടിച്ചിട്ടാണ് ഇവന് ഇതൊക്കെ എഴുതി വെക്കുന്നത്. ഇതാര് വായിക്കാൻ ഇവനെ എഴുതി വെക്കുന്നത്? അവനോട് പറഞ്ഞേക്ക് ഇനി മര്യാദ എഴുതിയില്ലെങ്കിൽ ഞാൻ കാലേവാരി ഭിത്തിക്ക് അടിക്കുന്നു. അവനോട് പറഞ്ഞേക്ക് മര്യാദക്ക് ഇതിൽ എഴുതിയിട്ടില്ലെങ്കിൽ കാലവാരി ഭിത്തിയിൽ അടിക്കുന്നു. നാളെ എന്നെ വന്ന് കണ്ടിട്ട് ഡ്യൂട്ടിക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞേക്ക്. നാളെ എന്നെ വന്ന് കണ്ടിട്ട് ഡ്യൂട്ടിക്ക് കയറിയാൽ മതി പറഞ്ഞേക്ക്. ആ പോ ബുക്കായിട്ട് നോക്കിയിട്ട് രണ്ട് തെളിയും പറഞ്ഞു. ബുക്കെ നോക്കി എന്നാടാ കൊണ്ടുപോകുന്ന പറ. അങ്ങോട്ട് കൊടുത്തു, മേടിച്ചു. കൊണ്ടുപോ. ആട്ടി കൊടുത്തേ. മാറിക്കോ. ആ അവിടെ കൊടുത്തു തന്നോ കേട്ടോ. അങ്ങനെ കൊടുത്തേ. ഷോനേക്കിരിക്കണം. ആളുണ്ടായാൽ മതി. ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ താത്തിയും പൊക്കുകയും ചെയ്തു തോന്നേ. ബൂട്ടിൻ്റെ കണക്കാൻ കൊടുത്തേ. അയ്യോ ശ്യാമിയായിട്ട് ഓർമ്മ കൂടി ഒന്ന് കളിച്ചേ പ്ലീസ്. നീ ഇറങ്ങണ്ട. ആക്ഷൻ. താൻ എവിടുന്നാണോ പോലീസ് പണി പഠിച്ചത്? താൻ എവിടുന്നാണോ പോലീസ് പണി പഠിച്ചത്? ഈ നേഴ്സറി പിള്ളേരെ പോലെ എനിക്ക് എപ്പോഴും എപ്പോഴും വിളിച്ച് പറഞ്ഞു തരാൻ പറ്റുമോ? ഈ നേഴ്സറി പിള്ളേരെ പോലെ എനിക്ക് എപ്പോഴും എപ്പോഴും പറഞ്ഞു തരാൻ പറ്റുമോ? തനിക്ക് ഈർക്കിലി പ്രയോഗം നടന്നില്ലെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതുവരെയായിട്ട് ഈർക്കിലി പ്രയോഗം നടന്നില്ല. തനിക്ക് അടുത്തത് എന്താ ചെയ്യണമെന്ന് അറിയില്ലേ? തന്നെയൊക്കെ ഉണ്ടല്ലോ. തന്നെയൊക്കെ എന്നല്ല തന്നെ തന്നെയൊക്കെ തന്നെയൊക്കെ ഉണ്ടല്ലോ. തന്നെയൊക്കെ ഉണ്ടല്ലോ. താനൊന്ന് ചെയ്യുന്നതായാലും താനൊന്ന് താനൊന്ന് ചെയ്യുന്നതായാലും താനെന്താ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ പറയണ കാര്യം ഇപ്പൊ താൻ ചെയ്യുന്നുള്ളത് നിങ്ങളുടെ ഭാഷ പറഞ്ഞു. താൻ ഏതായാലും ഒന്ന് ചെയ്. എന്റെ ടേബിളിന്റെ അടിയിലൊരു ഒരു പച്ച ബോക്സ് ഉണ്ട്. അതിൽ കുറച്ച് മുളക് പൊടി ഇരിപ്പുണ്ട്.
ഒരു പച്ച ബോക്സ് ഉണ്ട്, അതിൽ കുറച്ച് മുളക് പൊടി ഇരിപ്പുണ്ട്. അവന്റെ തുണിയൊക്കെ അങ്ങോട്ട് ഉരിഞ്ഞു കളഞ്ഞിട്ട് അവന്റെ തുണിയൊക്കെ അങ്ങ് ഉരിഞ്ഞു കളഞ്ഞിട്ട് എല്ലാ തൊള്ളയിലും അതങ്ങോട്ട് തേച്ച് പിടിപ്പിക്കും. എല്ലാ തൊടയിലും അങ്ങ് തേച്ച് പിടിപ്പിക്കും. കൈ കെട്ടിയേക്കണം. കൈ കെട്ടിയേക്കണം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അവനല്ല, അവന്റെ തന്ത വരെ സത്യം പറയും. അവനല്ല, അവന്റെ തന്ത വരെ സത്യം പറയും. അത് ചെയ്തിട്ട് താനത് ചെയ്തിട്ട് നിക്ക്. ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ അങ്ങ് എത്തും. താനത് ചെയ്തിട്ട് നിൽക്ക്, ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ എത്തും. ചെയ്യുമ്പോ ആ ബീനനെ കൂടി വിളിച്ചോ. കോൺസ്റ്റബിൾ ആണ്. ചെയ്യുമ്പോ ആ കോൺസ്റ്റബിൾ ബീനനെ കൂടി വിളിച്ചോ. ചെയ്യുമ്പോ ആ കോൺസ്റ്റബിൾ ബീജനും കൂടി വിളിച്ചോ. ബീന ആ, ചെയ്യുമ്പോ ആ കോൺസ്റ്റബിൾ ബീനനെ കൂടി വിളിച്ചോ. ചെയ്യുമ്പോ ആ കോൺസ്റ്റബിൾ ബീനേനും കൂടി വിളിച്ചോ. ഇതൊക്കെ ചെയ്യാൻ അവളാണ് ബെസ്റ്റ്. ഇതൊക്കെ ചെയ്യാൻ അവളാണ് ബെസ്റ്റ്. അവളെ കണ്ട് താൻ പഠിക്കും. അവളെ കണ്ട് താൻ പഠിക്കും. അടുത്ത പ്രതിനെ ചോദ്യം ചെയ്യുമ്പോ ഇതുപോലെ എങ്ങനെ എന്നോട് ചോദിച്ച, അടുത്ത പ്രതിനായിട്ട് ചോദ്യം ചെയ്യുമ്പോ ഇതുപോലെ എന്നോട് ചോദിച്ചാ തന്റെ മുണ്ടിലായിരിക്കും ഞാനിത് തേക്കണം. തന്റെ മുണ്ടിലേക്ക് ഞാൻ ഇതൊക്കെ തേക്കുന്നത്. വീട്ടേ തൻ്റെ വീട്ടേ തൻ്റെ തന്റെ മുണ്ടിലേക്ക് ഞാൻ ഇതൊക്കെ തേക്കുന്നത്. ശരി 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 ശരി. ആക്ഷൻ. ആക്ഷൻ. കേട്ടോ, തട്ടിക്കോ. തട്ട. അടുത്തേക്കോ. ആക്ഷൻ. മുടിയെ പിടിക്കാൻ, മുടിയെ പിടിച്ച് വലിക്കാം. എന്റെ പൊന്നു മോനെ, നീ ആ ഷർട്ട് നയിച്ചേ. ഞാനൊന്ന് കാണട്ടെ എന്റെ ബോഡി. ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ മാത്രം ആയാന്ന് ഞാൻ നോക്കാം. ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ മാത്രമായോന്ന് ഞാൻ നോക്കട്ടെ. ഒരു മാറ്റട. ആക്ഷൻ. നിനക്ക് കണ്ണൂർ ശീലം എനിക്ക് അറിയില്ല, മനസ്സിലായോടാ? ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഡയലോഗ് പറഞ്ഞു. നല്ല ഫ്രെയിമാണ് ശ്യാം. പാർട്ടി കണ്ണൂരിൽ നിന്ന് ഈ ശീലേനെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നതേ. പാർട്ടി കണ്ണൂരിൽ നിന്ന് ഈ ശീലയെ വിട്ടിരിക്കുന്നത് സിറ്റി ക്ലീൻ ആക്കാനാ. സിറ്റി ക്ലീൻ ആക്കാനാ. അത് ഞാൻ ചെയ്തിട്ടേ പോകും. അത് ഞാൻ ചെയ്തിട്ടേ പോളടാ. അതിനിടയിൽ നിന്നെ പോലത്തെ കൃമികൾ വന്ന് പെട്ടാ. അതിനിടയിൽ നിന്നെ പോലത്തുള്ള ക്രിമികൾ ചെന്ന് പെട്ടാ. അതിനിടയിൽ നിന്നെ പോലത്തുള്ള ക്രിമികൾ ചെന്ന് പെട്ടാൽ. അതിനിടയിൽ നിന്നെ പോലുള്ള കൃമികൾ വന്ന് പെട്ടാൽ. അതിനിടയിൽ നിന്നെ പോലുള്ള ക്രിമികൾ ചെന്ന് പെട്ടാൽ. എന്നാലല്ല, വന്ന് പെട്ടാൽ. അതിനിടയിൽ നിന്നെ പോലുള്ള കൃമികൾ വന്ന് പെട്ടാൽ. അതിനിടയിൽ നിന്നെ പോലുള്ള ക്രിമികൾ ചെന്ന് പെട്ടാൽ. നിന്നെ പോലുള്ള കൃമികൾ വന്ന് പെട്ടാൽ. അതിനിടയിൽ നിന്നെ പോലുള്ള ക്രിമികൾ ചെന്ന് പെട്ടാൽ. അതിനിടയിൽ നിന്നെ പോലുള്ള ക്രിമികൾ വന്ന് പെട്ടാൽ. ശീല കാലിന്റെ അടിയിൽ വെച്ച് ചവിട്ടി അരക്കും. ശീല കാലിന്റെ അടിയിൽ വെച്ച് ചവിട്ടി അരക്കും.
കേട്ടടാ കൊലയാടി മോനെ. കേട്ടട കൊലയാടി മോനെ. നിന്റെ കഴപ്പ് ഇന്നത്തോടെ ഞാൻ തീർക്കാം. എന്റെ കടപ്പ് ഇന്നത്തോടെ ഞാൻ തീർത്തേരാടാ. നീ കാണ്. നീ കാണ്. കാലിന്റെ അടിയിൽ വെച്ച് ചവിട്ടി അരക്കും. വേറെന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. കേട്ടോടാ കൊലയാടി മോനെ. കേട്ടട കൊലയാടി മോനെ. പെണ്ണുങ്ങളെ കാണുമ്പോ നിനക്കൊക്കെ ഇത്ര കഴപ്പ് എന്താണ്? പെണ്ണുങ്ങളെ കാണുമ്പോ നിനക്കെന്താണ് ഇത്ര കഴപ്പ്? നിനക്ക് എന്ത് ഗുളികയാടാ കഴിക്കണത്? നിനക്ക് എന്ത് ഗുളികയാണ് കഴിക്കുന്നത്? എങ്ങോട്ടെങ്കിലും തല ചരിച്ച് നോക്കി ഏതെങ്കിലും സൈഡിനൊക്കെ. മറ്റേ കാലിന് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് കൊടുത്തേ. വരല്ലേ വരല്ലേ. ഇനിയും മറ്റേ കാലം നേരത്തെ വെച്ചാൽ പൊക്കി വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ഫേസിലേക്ക് വരികയാണേ. റെഡിയാണോ? സൈഡിനടക്കം മൊത്തം ഒന്ന് നിരീക്ഷിച്ച്. ഷോർട്സ് ചെയ്യാറുണ്ടോ? ആക്ഷൻ. കലിപ്പിട്ട് സംസാരിച്ച് ഭയങ്കരമായിട്ടും ഒരാളോട് ദേഷ്യത്തോട് സംസാരിക്കണ പോലെ. സൗണ്ട് വരണമെന്നില്ല, എന്തെങ്കിലും പറഞ്ഞാൽ മതി. കുറച്ചിങ്ങോട്ട് ടേൺ ചെയ്ത്. എന്നോടല്ലേ പ്രാവശ്യം എത്ര പ്രാവശ്യം പറഞ്ഞു? തനിക്ക് എന്താണോ മനസ്സിലാവാത്തത്? ഓഹോ, അതാണ് തൻ്റെ ഉദ്ദേശം. അപ്പൊ ശരി, ഞാൻ അങ്ങോട്ട് വരാം. തനിക്ക് ഞാൻ ആരോട് മനസ്സിലാക്കാം. താൻ ഫോൺ വരും. കട്ട് ചെയ്തും തിരിഞ്ഞ് പോയിക്കോട്ടോ. റൂമിലേക്ക് പോയിക്കോ. അവൻ പറഞ്ഞിട്ടില്ലേ, അവനത് വിഴുങ്ങിന്നു. താനൊന്ന് ചെയ്യും. അവനൊരു ബിരിയാണി മേടിച്ചോളൂ. എന്നിട്ട് ആ പാറപ്പുറത്ത് തൂറാനിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് പഴം കൊടുക്കാതിരിക്കരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് പഴം കൊടുക്കാതിരിക്കരുത്. നിനക്ക് എവിടെന്ന് പോലീസായ? ഇനി ഞാൻ പറഞ്ഞില്ലെന്ന് ഇനി ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് പഴം കൊടുക്കാതിരിക്കരുത്. പിന്നെ കാര്യം പോലീസ് ആക്കിയോ? ഇനി ഞാൻ പറഞ്ഞില്ലാന്ന് വെച്ചും അവന് പഴം കൊടുക്കാതിരിക്കരുത്. ഒന്നുകൊണ്ട് പറയൂ.
ക്ലിയർ ആയിട്ട്. ഇനി ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് പഴം കൊടുക്കാതിരിക്കരുത്. ഇനി ഞാൻ പറഞ്ഞില്ലാന്ന് വിചാരിച്ച് പഴം കൊടുക്കാതിരിക്കരുത്. ഇവനൊക്കെ ആരൊക്കെ പോലീസ് ആക്കിയാവോ? അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അത് എങ്ങനെ പറയണം? ഇങ്ങനെ നമ്മള് മർമർ ചെയ്യല്ലേ, ഇങ്ങോട്ട് നീ ഇങ്ങനെ ഇത്ര പറയണം. ആക്ഷൻ. ഇവനൊക്കെ ആരാ പോലീസ് ആക്കിയത്? കാലാട്ട്. ഞാൻ പറയുമ്പോൾ ആട്ടി പറഞ്ഞിട്ടാണ് ഉരുട്ടിക്കോണേ. ഉരുട്ടിക്കാട്ടണം. ഫേസിലേക്ക് ക്യാമറ വരും കലിപ്പിട്ടോണേ. ഉരുട്ട്. അപ്പൊ നിന്റെ കാര്യം എന്തായി? അപ്പൊ നിന്റെ കാര്യം എന്തായി? നീ കുറ്റേക്കല്ലേ? നീ കുറ്റേക്കല്ലേ? നീ എന്താണ് ഉറങ്ങുകയായിരുന്നോ? നീ എന്താണ് ഉറങ്ങിയായിരുന്നോ? എങ്കിൽ നിന്റെ ഉറക്കൊന്ന് ആദ്യം മാറ്റട്ടെ. നിന്റെ ഉറക്കം ഞാൻ മാറ്റിത്തരാം. നീ ഈ റൂമിന് ചുറ്റും ഒരു 100 വട്ടം ഓടിക്കേ. നീ റൂമിന് ചുറ്റും 100 വട്ടം ഓടിക്കേ. തുടങ്ങ് പെട്ടെന്നാട്ടെ. തുടങ്ങി പെട്ടെന്നാട്ടെ. ആക്ഷൻ. എടാ, ഇന്ന് ഈ കേസ് തീർത്തിട്ട് എനിക്ക് വേറെ ഇന്ന് ഈ കേസ് ഇവിടെ തീരണം. ഇന്ന് എനിക്ക് ഈ കേസ് ഇവിടെ തീരണം. എനിക്ക് 100 കൂട്ടം പണിയുള്ളതാണ്. എനിക്ക് 100 കൂട്ടം പണിയുള്ളതാണ്. അപ്പൊ നീ കുറ്റേക്കണം. ശരി, ഓട്ടം തുടങ്ങും. ശരി, ഓട്ടം തുടങ്ങും. 100ാമത്തെ റൗണ്ട് കഴിയുമ്പോ ഇതിന്റെ ആൻസർ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കണം. എനിക്ക് ഇതിന് കിട്ടിയിരിക്കണം. നോയാണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കണമെങ്കിൽ, നോ ആണ് നീ പറയാൻ ഉദ്ദേശിക്കണമെങ്കിൽ നീ തീർന്നു മോനെ.